സോ ഗൈസ് നമുക്കിവിടെ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടറേയും കൂടെ കിട്ടിയിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട്? ഇന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ആകെ 3 പേരേക്കും മതി എന്നാണ് തോന്നുന്നത്. എങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്? ഇല്ല സാധാരണ ഇപ്പോൾ ഓഡീഷൻ എന്ന് പറഞ്ഞ കേരളത്തിൽ നടക്കുന്നൊരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഓപ്പൺ ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലീഡായിട്ടുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രമാണ് ഇത്രയും ഓപ്പൺ ഓഡീഷൻ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് ഇത്രയും ആളുകൾ വരുന്നത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല നല്ല പെർഫോമേഴ്സാണ്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളില്ല. നമ്മൾ ആ പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയൊരു വരുന്ന പുതിയ സെൻസിബിലിറ്റിയിൽ പുതിയ ആളുകൾ വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് കാസ്റ്റിങ്ങിൽ മലയാള സിനിമയ്ക്ക് പൊതുവായിട്ടൊരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇനിയും ചാൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, സിനിമാ നടി ആവണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്ത കുറച്ച് ഗേൾസ് ഉണ്ടാവും. 16-നും 24-നും ഏജിനിടയിലുള്ളവർ, അവരോട് എന്താണ് പറയാനുള്ളത്? ഈ 16-24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ 29 വയസ്സായിരിക്കും വരാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റും. ആക്ച്വലി സ്ക്രീനേജാണ് ഈ 16 to 24 നമ്മൾ പറഞ്ഞത്. അപ്പോൾ 29 വയസ്സായാലും കുഴപ്പമൊന്നുമില്ല. സ്ക്രീനേജ് 24 തോന്നുന്നെങ്കിൽ 35 വയസ്സായാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്ക്രീനേജിൽ അവർക്ക് 24 തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മാത്രമല്ല എല്ലാവരും ഇതൊരു നല്ല ചാൻസ് ആയിട്ട് ഉപയോഗിക്കണം. കാരണം ഓഡീഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്ലേസാണ്. എല്ലാ മനുഷ്യർക്കും വന്നു ചേരാവുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരണം.